അങ്ങനെയല്ല മഞ്ജുഷേ, അങ്ങനെയല്ല. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, അവിടെ ഇപ്പൊ ഗോവിന്ദൻ മാഷ് പുറത്ത് പറഞ്ഞതിനേക്കാളും കൂടുതൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷൻ നടന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ പാർട്ടി സെന്റർ അപ്പാടെ ഈ ജനങ്ങളുടെ പൾസ് വിലയിരുത്തുന്നതിൽ വേണ്ടത്ര എന്നല്ല, ഒട്ടും തന്നെ വിജയിച്ചില്ല. ഇതായിരുന്നു പ്രയോഗം, ഇതായിരുന്നു, വേണ്ടത്ര എന്നല്ല, ഒട്ടും തന്നെ വിജയിച്ചില്ല. പാർട്ടി സെന്റർ എന്ന ചർച്ചയിൽ വരുമ്പോൾ അവരുദ്ദേശിക്കുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റാണ്. ആ ചർച്ചയുടെ ആ സ്വഭാവം അങ്ങനെയാണ് പോകുന്നത് CPM സംഘടനാപരമായി. അപ്പോൾ പാർട്ടി സെന്റർ എന്ന് പറയുമ്പോൾ ആ പാർട്ടി സെന്റർ ആകെ 17-18 പേരുള്ള പാർട്ടി സെന്റർ, പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒന്നാകെ ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കുന്നതിൽ വിജയിച്ചില്ല എന്ന് തന്നെയാണ് ആ വിമർശനം വന്നത്. അവിടെ ആ വിമർശനവും അംഗീകരിക്കുകയാണ് ചെയ്തത് ഈ സംസ്ഥാന സമിതി, ദ്വിദിന സംസ്ഥാന സമിതി യോഗം. അത്രത്തോളം ജനാധിപത്യപരമായിട്ടാണ് അവർ അത് ഈ 2 ദിവസങ്ങളിൽ സ്റ്റേറ്റ് കമ്മിറ്റിയും അതിന് മുമ്പിലത്തെ ദിവസം സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റും കണ്ടക്ട് ചെയ്തത്. അത് നല്ലൊരു മാറ്റമാണ്. പക്ഷെ അതുകൊണ്ടായില്ല എന്ന പക്ഷക്കാരനാണ് ഞാൻ മഞ്ജുഷേ. എന്താണ് കാരണം? അതുകൊണ്ടായില്ല എന്ന് പറയാൻ ഈ പറയുന്നത് പോലൊന്നും അല്ല. ഈ ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഈ ഡീപ്പർ ഇൻസൈറ്റിലേക്ക് പോകേണ്ടതുണ്ട് എന്ന പക്ഷക്കാരനാണ് ഞാൻ. ആ ഡീപ്പർ ഇൻസൈറ്റില്ലാത്ത നേതാക്കളൊന്നും അല്ല CPM-ലുള്ളത്. പക്ഷേ പറയാവുന്ന കാര്യങ്ങളിലേ പറയാൻ പറ്റൂ പലപ്പോഴും. അതുകൊണ്ട് ആ ഒരു തരത്തിലുള്ള ചർച്ചകൾ ഇനിയും ഉയർന്നു വരേണ്ടതുണ്ട്. ആ ചർച്ചകൾ താഴെ നിന്ന് വരും എന്ന് തന്നെയാണ്. കാരണം